സ്മാർട്ടായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കായിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ടി വിയിലും പത്രത്തിലും ഒക്കെ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പലതരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എന്നാൽ പലർക്കും മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നോ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പലർക്കും അറിയില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് എന്താണെന്നും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുമാണ് ഇന്ന് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിന് മുൻപിലത്തെ 3 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ആ 3 വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സുകളാണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പോൾ ഈ വീഡിയോ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്നതിന് മുൻപേ ആ 3 വീഡിയോയും കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്? അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നതിനെ പറ്റി ഉള്ളൊരു ഡെഫിനിഷൻ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്: മ്യൂച്വൽ ഫണ്ട് ഈസ് എ പ്രൊഫഷണലി മാനേജ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ദാറ്റ് പൂൾസ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ടു പർച്ചേസ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓൺലൈൻ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കാണാൻ പറ്റുന്ന ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ച് ആ പണം ഉപയോഗിച്ച് സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ അതുപോലെ ഡെപ്റ്റ് ഫണ്ടുകളിലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഈ ഫണ്ട് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പം ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഓരോ ഫണ്ടിനും അതിൻ്റെതായ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യലി നല്ല എക്സ്പീരിയൻസും നല്ല നോളജുമുള്ള ആളുകളായിരിക്കും ഇത്തരം ഫണ്ടുകളുടെ ഫണ്ട് മാനേജേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മൾ ഈ നൽകുന്ന ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് സ്റ്റോക്കുകളിൽ മാത്രമാണ്, അതായത് അതായത് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നാണ് പലർക്കുമുള്ള തെറ്റിദ്ധാരണ. എന്നാൽ അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ട് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, അതുപോലെ തന്നെ പലതരം ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ, അതുപോലെ ഇത് മിക്സഡ് ആയിട്ട് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലതരം ഫണ്ടുകളും ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമായിട്ടല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നുള്ളതിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നിങ്ങൾ ആദ്യത്തെ 3 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റുമായി വെച്ച് മ്യൂച്വൽ ഫണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ള കാര്യം, മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ തന്നെ സ്റ്റോക്കുകളെ പറ്റി പഠിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയെ പറ്റി പഠിച്ച് ആ കമ്പനിയുടെ ലാഭവും അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഗ്രോത്തും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തന്നെ ഒരു പർട്ടിക്കുലർ കമ്പനി സെലക്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ കുറേ ടൈം ചിലവഴിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ തന്നെ ഒരു സ്റ്റോക്ക് ആദ്യം കണ്ടെത്തണം, ഒരു കമ്പനി നമ്മൾ കണ്ടെത്തണം, അതിനുശേഷം ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സും അതുപോലെ തന്നെ ആ കമ്പനിയുടെ ലാഭവും എല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ നിരവധി ടൈം നമുക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി സമയം നമ്മൾ ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് വി-ഗാർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്, നമ്മളെപ്പോഴും പറയുന്ന വി-ഗാർഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഇപ്രാവശ്യം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ വി-ഗാർഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മൾ കണ്ടെത്തി അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വി-ഗാർഡ് എന്നുള്ള പറയുന്ന ആ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ചിലപ്പോൾ താഴത്തോട്ട് പോകുന്നത്. ചില സമയത്ത് വി-ഗാർഡിന്റെ ഷെയർസ് നല്ലോണം കൂടുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ലോണം കൂടും. അതുപോലെ തന്നെ ഇൻ കേസ് വി-ഗാർഡിന്റെ സ്റ്റോക്കിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ആ സമയത്ത്
നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടിൽ ഒരു പർട്ടിക്കുലർ ഫണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫണ്ടിൽ തന്നെ പല സ്റ്റോക്കുകളും ഉണ്ടാവും, പല സെക്ടറുകളിലുള്ള പല സ്റ്റോക്കുകളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇക്വിറ്റി ഫണ്ടുകളെ പറ്റിയാണ്, അതായത് സ്റ്റോക്കുകൾ മാത്രമുള്ള ഫണ്ടുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റോക്കുകൾ മാത്രം വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല സെക്ടറുകളിൽ നിന്നും ആയിട്ടുള്ള പലതരം സ്റ്റോക്കുകൾ അതിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഫണ്ട് മാനേജർ, ഒരു പർട്ടിക്കുലർ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫണ്ടിൻ്റെ, ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ അവരുടെ ആ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് പലതരത്തിലുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പലതരത്തിലുള്ള സ്റ്റോക്കുകൾ വരുന്നത് പലതരം സെക്ടറുകളിൽ നിന്നായിരിക്കും. ചില സമയത്ത് ഫാർമ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ബാങ്ക് സെക്ടേഴ്സിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ പലതരത്തിലുള്ള സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പോൾ ഒരു ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 കമ്പനി, ചിലപ്പോൾ അതിന് മുകളിലൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു വാല്യൂ, നമുക്കൊരു സ്റ്റോക്കിന് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന് ഇത്ര രൂപയാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ടിനൊരു വാല്യൂ ഉണ്ട്. ആ ഫണ്ടിൻ്റെ ആ ഒരു വാല്യൂ ആണ് NAV എന്ന് പറയുന്നത്. NAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ. അതായത് നമ്മളൊരു സ്റ്റോക്കിന് 200 രൂപ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫണ്ട് വാങ്ങണമെങ്കിൽ ഇത്ര രൂപ, അതാണ് ആ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത്ര ഇപ്പോൾ 200 രൂപയാണ് ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്താൽ നമുക്ക് ആ ഒരു ഫണ്ടിൻ്റെ ഒന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും, ഒരു അസറ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൽ പല കമ്പനികളും ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഒരു കമ്പനിയുടെ വില താഴത്തോട്ട് പോയി എന്നതുകൊണ്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ മുഴുവനായി താഴത്തോട്ട് പോകില്ല. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് പല സെക്ടറുകളിലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സെക്ടർ, നമുക്കറിയാം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സെക്ടറുകൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ചില സെക്ടറുകൾ താഴത്തോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഫാർമ സെക്ടർ താഴത്തോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സും താഴത്തോട്ട് പോകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലെ സ്റ്റോക്സ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടിൽ തന്നെ പല സെക്ടറുകളിലെ സ്റ്റോക്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സെക്ടർ താഴത്തോട്ട് പോയി എന്നതുകൊണ്ട് നമ്മുടെ ഫണ്ടിൻ്റെ വാല്യൂ അത്രത്തോളം എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഒരു സെക്ടർ താഴത്തോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഫണ്ടിലുള്ള ബാങ്ക് സെക്ടേഴ്സും അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുകളൊക്കെ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്ക് നല്ലൊരു ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കും. ലോസിന് പകരം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നല്ലൊരു ഗെയിൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ പലപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന, അതായത് പല സ്റ്റോക്കുകളും പല സെക്ടറുകളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പലപ്പോഴും ലഭിക്കും. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും ഈ ഒരു ഫണ്ടിലേക്ക് വേണ്ട സ്റ്റോക്കുകളും ഏതൊക്കെ സെക്ടറുകളാണ് ഈ ഒരു ഫണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ വളരെയധികം എക്സ്പീരിയൻസും സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഏരിയാസിലൊക്കെ വളരെയധികം എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നോളജുള്ള ആളുകളായിരിക്കും ഫണ്ട് മാനേജേഴ്സായിട്ട് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ടൈം വളരെ വലിയൊരു സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിച്ച് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പം സമയക്കുറവുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. കാരണം വളരെയധികം സ്റ്റോക്ക് മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമുക്ക് വേണ്ട നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്നതും ആ ഒരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യുന്നതൊക്കെ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാന മ്യൂച്വൽ ഫണ്ടുകൾ, എത്രയൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായും മ്യൂച്വൽ ഫണ്ട്സിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. 1 ഇക്വിറ്റി ഫണ്ട്, 2 ഡെപ്റ്റ് ഫണ്ട്, 3 ഹൈബ്രിഡ് ഫണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ഫണ്ടുകൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ ഇക്വിറ്റി ഫണ്ട്.
ഇക്വിറ്റി ഫണ്ടാണ് ഞാൻ ഇത്ര സമയം ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം പല തരത്തിലുള്ള പല സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്സുകളെ പിക്ക് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഫണ്ടുകൾ ഇക്വിറ്റി ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ രണ്ടാമതായി പറഞ്ഞ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കടപ്പത്രങ്ങളിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സിനെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റ് ഫണ്ടുകൾക്ക് വളരെയധികം റിസ്ക് കുറവായ ഒന്നാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ലാഭവും കുറവായിരിക്കും. മ്യൂച്വൽ ഫണ്ടിനെ ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് ലാഭവും കുറവായിരിക്കും, അതുപോലെ തന്നെ റിസ്ക്കും കുറവായിരിക്കും. മൂന്നാമതായിട്ട് വരുന്നതാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഇക്വിറ്റി ഫണ്ടും ഡെപ്റ്റ് ഫണ്ടും ഒന്നിച്ച്, അതായത് അത് രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിലൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ നമുക്ക് ഇക്വിറ്റി ഫണ്ട്സും അതുപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ട്സും ഒക്കെ നമുക്ക് ഈ ഒരു ഒറ്റ ഫണ്ടിൽ നിന്ന്, ഹൈബ്രിഡ് ഫണ്ടിൽ നിന്ന് നമുക്ക് രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ പല കമ്പനികളുടെയും മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ലഭ്യമാണ്. നമുക്ക് ഓൺലൈനായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നത്. അപ്പോൾ എന്നോടിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട്സ് ആണോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആണോ, ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എനിക്കതിനൊരു ഉത്തരം പറയാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ഇതിനു വേണ്ടി സ്റ്റോക്കുകൾ കണ്ടെത്താനും മറ്റും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. കാരണം നിങ്ങളൊരു ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നീട് ആ ഒരു ഫണ്ടിലുള്ള സ്റ്റോക്സ് എല്ലാം മാനേജ് ചെയ്യുന്ന ആ ഒരു ഫണ്ട് മാനേജായിരിക്കും. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റിസ്ക് ഇതിൻ്റെ മുകളിൽ വരുന്നില്ല. കാരണം വളരെയധികം എക്സ്പേർട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ആ ഒരു ഏത് ഫണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുള്ളതിൻ്റെ ആ ഒരു ടൈം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം ടൈം ചിലവഴിക്കുന്നുണ്ട്. കാരണം ഓരോ സമയത്തും ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം വാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് നല്ല ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെറ്റർ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. കാരണം വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട്, ചുരുങ്ങിയൊരു കാലയളവ് കൊണ്ട് തന്നെ നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നാൽ അതുപോലെയല്ല മ്യൂച്വൽ ഫണ്ട് കൂടുതലായിട്ടും വരുന്നത്, മ്യൂച്വൽ ഫണ്ട് ബെനിഫിറ്റ്സ് കൂടുതലായിട്ടും വരുന്നത് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്താണ്. കൂടുതലായിട്ടും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത് ലോങ് ടേം ആയിട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടുതലായിട്ടുള്ള ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ അതിനുള്ള ഒരു റിപ്ലൈയും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള രണ്ടാം പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. താങ്ക്